ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കുമ്പിളപ്പം. കറുവാപ്പട്ട ഇലയിൽ ചെയ്തെടുക്കുന്ന ഒരു കുമ്പിളപ്പം. അതിനായി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് 3 അച്ച് ശർക്കര ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുക്കിയെടുത്ത നമ്മുടെ ശർക്കര കുറേശ്ശെയായി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിത് ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നമുക്കിത് മിക്സാക്കി കൊണ്ടിരിക്കാം. എല്ലാ ഭാഗത്തേക്കും ശർക്കര ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ശർക്കര ഇറങ്ങേണ്ടതുണ്ട്. കൈ വെച്ച് ചൂടാറിയാൽ നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 ചെറുപഴം എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഉടച്ച് നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും ശർക്കരയും ഈ ചെറുപഴവും കൂടി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയിൽ 2 ഏലക്കാപ്പൊടി ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കറുവാപ്പട്ടൻ്റെ ഇലയെടുത്ത് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പലക എടുത്ത് വെച്ച് അതിന്മേലേക്ക് നമുക്ക് കുറേശ്ശെ എടുത്ത് നമ്മുടെ പൊടിയുടെ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് അരമുറി തേങ്ങ ചിരവിയതിൽ നിന്നും കുറേശ്ശെ നമുക്കിതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് കുമ്പിളായി കുത്തിയെടുക്കാം. പച്ച ഈർക്കിളി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് ഈർക്കിളി വെച്ച് അടച്ചു കൊടുക്കാം. ഇഡ്ഡലിത്തട്ടെടുത്ത് അതിൽ നമുക്ക് അരിപ്പപാത്രത്തിൻ്റെ തട്ട് പോലത്തെ ഒന്നുണ്ടാവും. ആ ഇഡ്ഡലിപ്പാത്രത്തിലെ തട്ടിലേക്ക് നമുക്കിതൊന്ന് പുഴുങ്ങാൻ വെക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് പുഴുങ്ങിയെടുക്കാം. എൻ്റെ എല്ലാ അടകളും റെഡിയായി കഴിഞ്ഞു. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിതിന് ടേസ്റ്റ് ഉണ്ടോ എന്നുകൂടി നമുക്കിത് പൊളിച്ചിട്ട് നോക്കാം. വളരെ രുചിയേറിയ ഒരു പലഹാരമാണിത്. കറുവാപ്പട്ട ഇലയുടെ രുചിയും തേങ്ങയും ശർക്കരയും പഴവും ഏലക്കായും കൂടി ചേർന്നതിൻ്റെ രുചിയും അത് ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഓക്കേ.